പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണ്, മുട്ട തൈലം വാങ്ങി തേച്ചോളീൻ, വേഗം വേദനകൾ മാറും കേട്ടോളീൻ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണ്, മുട്ട തൈലം വാങ്ങി തേച്ചോളീൻ, വേഗം വേദനകൾ മാറും കേട്ടോളീൻ. ഹായ് ഗൈസ്, ഐ ആം ബാക്ക്. ഈ വീഡിയോ ലൈക്ക് അടിക്കാണ്ട് കാണുന്ന എല്ലാരും ചുക്കാമിനി കുറുമ്പ് അടിക്കണേ. ആമീൻ. വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട്, എല്ലാരോടും ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നുണ്ട് കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഇഷ്ടം. പക്ഷെ ഒരു ലൈക്ക് 10K ലൈക്ക് ഈ വീഡിയോക്ക് കിട്ടാണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന പ്രശ്നമില്ല. ഗോസ്റ്റ് വീഡിയോ ഞാൻ നിർത്തി, ഇടൂല എന്ന് പറഞ്ഞാൽ ഇടൂല. 10K ലൈക്ക് വേണം ഈ വീഡിയോ. നിങ്ങൾ പറയുന്ന വീഡിയോ, നിങ്ങൾ കമന്റ് ഇട്ട് നിങ്ങൾ പറയുന്ന വീഡിയോ ഞാൻ ഇടും. ഉറപ്പായിട്ട് പഠിച്ചോനെ വീഡിയോക്ക് ലൈക്ക് അടിക്കാണ്ട് കാണുന്ന എല്ലാത്തിനും ചുക്കാമണി കുറുമ്പ് അടിക്കണേ. ആമീൻ. ഗൈസ്, ഓരോ മതത്തിലും ഓരോ ടൈപ്പ് ഓഫ് ഗോസ്റ്റ് ഉണ്ട്, അതായത് പ്രേതങ്ങൾ. ക്രിസ്ത്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെ പ്രേതാണ് ഞണ്ടല്ല ഏട്ടാ, ഞെണ്ണ്. ഇനി ഹിന്ദുക്കളെ വെച്ച് നോക്കുന്നതാണെങ്കിൽ യക്ഷി, കല്യങ്ങാട്ട് നീലി, സോളാർ സരിത. അത് വേറെയല്ലേ? ഓക്കെ. യക്ഷി പോലത്തെ മറ്റേ സാരി കൊടുത്തിട്ടുള്ള പ്രേതങ്ങളാണ് ഹിന്ദുക്കളിൽ വരുന്നത്. ഇനി മുസ്ലിം വിഭാഗത്തിൽ വരുന്ന പ്രേതങ്ങൾക്ക് പറയുന്നതാണ് ഈ ജിന്ന് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ഈ ജിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഭാഗത്തിലെ പ്രേതങ്ങളെ പോലെ ഇത് കുറച്ച് റിയലാണ്, ഉള്ള ഒരു സംഭവമാണ്. എങ്ങനെയെല്ലാമാണ് പറയുന്നത്, ഞാൻ ഇത് ഫുള്ള് സത്യമാണെന്നല്ല പറയുന്നത്. കുറച്ചും കൂടിയും ഇതിൽ പഠനങ്ങൾ നടത്തിയിട്ട് പറയുന്നത് ജിന്ന് എന്ന് പറഞ്ഞത് മനുഷ്യന്മാരെ പോലെ തന്നെയാണ്. നമ്മളെ വീട്ടിൽ തന്നെ, നമ്മളെ നാട്ടിൽ, നമ്മളെ ഇങ്ങനെ എത്രത്തോളം മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട് അതിനെക്കാട്ട് കൂടുതൽ ജിന്നും ഉണ്ട് എന്നാണ്. ഈ ജിന്നും മനുഷ്യന്മാരെ പോലെ തന്നെ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, സന്താന പരമ്പരകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്നിന് മനുഷ്യന്മാരെ കാണാൻ പറ്റും, പക്ഷെ മനുഷ്യന് ജിന്നിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഗൈസ്, അവന്മാരൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ കട്ടുമ്മ കിടന്ന് നമ്മളെ റൂം അവരെ റൂം പോലെയൊക്കെ അവര് ഇങ്ങനെ അത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. പലത് സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിൽ ശരി, നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമാണെങ്കിൽ ശരി, അതൊക്കെ ജിന്നും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നല്ലാണ് പറയുന്നത് കേട്ടത്. എനിക്ക് അറിയാൻ പാടില്ല ഇതൊന്നും, ഇതൊക്കെ ഞാൻ അടുന്നല്ലേ കേട്ടതാണ്. ഇപ്പം പോലും വേണമെങ്കിൽ ഈ റൂമിൽ ഇവിടെ എടിയെല്ലാം ഉണ്ടാവും, നിങ്ങളെ റൂമിൽ നിങ്ങളെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ ജിന്നിനെ നമ്മളെ കാണാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരിക്കലും ജിന്നിനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ ജിന്നിനെ കണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്ലിപ്പുകളുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ജിന്ന് തന്നെയാണോ, ഇതാണ് ജിന്നിന്റെ രൂപം, ഇങ്ങനെയാണ്, ഇതൊന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ കണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാണിച്ചു തരുന്ന വീഡിയോ ആണ്. അപ്പൊ അത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞ എന്താന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും അത്ര ഇല്ല, മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. എൻട്രൻസിന്റെ എക്സാം ഉണ്ടല്ലോ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു ജിന്നാണ് ആണ് പറയുന്നത്. തുണി അത് ഫർദായിട്ട് ഏതോ പെണ്ണുങ്ങളെ പോലെയാണ്. ഈസ് വാനിഷ്ഡ്. അതായത് ഈ ജിന്നിന് രൂപം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ജിന്നിന് രൂപം മാറാൻ പറ്റുമെന്നും എനിക്കറിയാൻ പാടില്ല. മാറാൻ പറ്റുന്നല്ലാണ് പറയുന്നത് കേട്ടത്. ഐ ഡോണ്ട് നോ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. പക്ഷേ ഈ ജിന്ന് പ്രേയർ ചെയ്യും, മുസ്ലിങ്ങളെ പോലെ തന്നെ നിസ്കരിക്കും എന്നെല്ലാണ് പറയുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്മാരിൽ കുറെ തലതിരിഞ്ഞ ചെറ്റകളില്ലേ നമ്മളെ പോലത്തെ, അതായത് നല്ല കുറെ മനുഷ്യന്മാരുണ്ട്, കുറെ മോശപ്പെട്ട മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ഈ ജിന്നിലും നല്ല കുറെ ജിന്നുകളുണ്ട്, കുറെ മോശപ്പെട്ട ജിന്നുകളുണ്ട്. ഈ മോശപ്പെട്ട ജിന്നുകളാണ് മനുഷ്യന്മാരെ ഉപദ്രവിക്കലും അതുപോലെ തന്നെ അമ്മാതിരി കുറെ പരിപാടികൾ ചെയ്യത്തില്ലേ, അതൊക്കെ ചെയ്തില്ല. പക്ഷെ നല്ല ജിന്നുകളുണ്ട്, അമ്മമാരൊന്നും ചെയ്യത്തില്ല. അമ്മമാരിങ്ങനെ നടന്ന് പോയില്ല, കൂടെയല്ല ചിലപ്പോൾ ഇങ്ങനെയെല്ലാം വന്നിട്ട് അപ്പുറത്ത് കൂടെയല്ല എണീച്ച് പോകുന്നുണ്ടാവും, അത് നമ്മൾ കാണില്ല. പക്ഷെ ചില ജിന്നുകളുണ്ട്, അത് നമ്മളെ ഇടങ്ങാറാക്കും, ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കും, ചിലപ്പോൾ നമ്മളെ കൊല്ലും. ഏറ്റവും കൂടുതൽ ജിന്ന് എപ്പോഴാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പതിയെ പറഞ്ഞുതരാം. നിങ്ങൾ പെട്ടെന്ന് എല്ലാം കേട്ടിട്ട് പേടിക്കണം. നിങ്ങൾ റൂമിൻ്റെ ചുറ്റുപാട് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇടയ്ക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ചുറ്റുപാട് പല സംഭവങ്ങൾ ഇങ്ങനത്തെ വീഡിയോകൾ കാണുന്ന സമയത്ത് സംഭവിക്കും. നിങ്ങൾ പേടിക്കരുത്, പതറരുത്. കാരണം ഇതൊന്നും 100% തെളിയിച്ച കാര്യങ്ങളല്ലെങ്കിൽ കൂടി കുറേയൊക്കെ ഇതിലേക്ക് സത്യങ്ങൾ. ഒറ്റ ശ്വാസത്തിൽ വലിച്ചിട്ട് ഞാൻ ഇപ്പോൾ ശ്വാസം മുട്ടി ചാവും.
ഞാൻ ഒരു കാര്യം പറയാം, വീഡിയോക്കകത്ത് കാണിക്കുന്നതും വീഡിയോ കണ്ട് എനിക്ക് പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ 100% സത്യമാണെന്നും പിന്നെ അതിൽ കാണുന്നതാണ് റിയൽ എന്നും ഒരിക്കൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നമ്മൾ ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിട്ടൊന്നും ആരും പേടിച്ചിട്ടിരിക്കൊന്നും വേണ്ട, ആദ്യം പറഞ്ഞേ. ഞാൻ അടുത്ത വെക്കാൻ പോകുന്ന വീഡിയോയില് ഈ ചങ്ങായി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇവന് ഒരു ഉപേക്ഷിച്ച ബിൽഡിങ്ങിൽ ഇവന് ജിന്നിനെ കണ്ടെന്നാണ് ഗൈസ്. ഓക്കെ, ഇതേത് കെട്ടിടം ലൈക്ക് ഇവിടെ ആരും ഇല്ല. ഓ ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയത്തില്ല, കുറച്ച് ലോങ് അതാ ഒരു വൈറ്റ് കളറിൽ. ഓ അത് മുകളിൽ കയറിക്കും. സ്ലോ മോഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട, അത് മണ്ടലേക്ക് പോയി. അതിന്റെ രൂപം കാണാത്തതുകൊണ്ട് അത് ജിന്നാണോ ഇനി ക്രിസ്ത്യനിലെ നെണ്ണാണോ എന്ന് എനിക്ക് അറിയാൻ പാടത്തില്ല. ഈ ക്രിസ്ത്യനിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ ക്രിസ്ത്യനിലെ പ്രയത്തിനെ കാണാൻ പറ്റും, മുസ്ലിങ്ങൾക്കുള്ള ആൾക്കാർക്ക് മുസ്ലിങ്ങളെ പ്രയത്തിനെ മാത്രമേ കാണാൻ പറ്റൂ, ഈ ഹിന്ദുക്കൾക്കുള്ള ആൾക്ക് ഈ യക്ഷിനെ മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. പിന്നെ അങ്ങനെയല്ല ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് പ്രയത്തിനെ കണ്ടെന്ന് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യൂ. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ശരിക്കും നിങ്ങളെ വിഭാഗത്തിൽപ്പെട്ട പ്രയത്തിൽ തന്നെയാണ് കണ്ടത്. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഈ ഫുള്ള് മൂടിക്കെട്ടി വരുന്നത് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, ഫുള്ള് ഇങ്ങനെ വെച്ചിട്ട് കുരിശ് വെച്ചിട്ട് വരുന്നത് നെണ്ണായിരിക്കും. അതുകൊണ്ട് അതൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഒറിജിനൽ ജിന്നിനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ഫുട്ടേജ് ആണ്, എന്താണ് ഉദ്ദേശിക്കുന്നതൊന്നും എനിക്കും അറിയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയത്തില്ല. നമുക്ക് വീഡിയോ ആണെന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അറിയാത്ത കാര്യങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല, ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും അറിയാവോ? എനിക്കൊന്നും അറിയത്തില്ല. പള്ളിയിലാണ്. ഓ ഇതിന് നല്ല തലക്കാത്തുനിന്ന് കിട്ടി. ഈ കബറടക്കിയിട്ട് മയ്യത്ത് എണീച്ച് വരുത്തുന്ന് പറയത്തില്ല, അതൊക്കെ പോലെ ഉണ്ട്. പള്ളിയിൽ പ്രെയർ ചെയ്യുന്ന ഏതോ ജിന്ന് എന്നാണ് പറയുന്നത്. അതായത് ജിന്ന് പ്രെയർ ചെയ്യും മനുഷ്യന്മാരെ പോലത്തെ. മനുഷ്യന്മാർ എത്രക്കാര് ഉണ്ടോ അത്രക്കാര് ജിന്നും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതൊരു ഉടായ്പ വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ജിന്നിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ജിന്ന് ആക്രമിക്കും. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഈ ഉയരത്തിന്റെ മണ്ടയൊക്കെ ഇല്ലേ, അതായത് ഈ ബിൽഡിങ്ങിന്റെ മുകളില് അല്ലെ വീഴാൻ പോകുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാലം, ഈ പാലത്തിന്റെ നടുവിൽ അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കത്തില്ലേ, ഈ സമയത്ത് നമുക്ക് ഈ ജിന്നിനെ നമ്മളെ ഉന്തിടാൻ പറ്റും. അത് ഞാൻ പണ്ടേ കേട്ട കാര്യമാണ്. ഇത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം. നമ്മളിപ്പോൾ ഏടിങ്ങളൊക്കെ മണ്ടക്കൊക്കെ ഏടിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അതായത് ആരും ഇല്ലാത്ത സ്ഥലത്ത്, മനുഷ്യന്മാർ വേറെ ആരും ഇല്ല, നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല, അതുപോലെ വെള്ളത്തിൽ നമ്മൾ ഒറ്റക്ക് പണ്ട് പറയുന്ന ഒറ്റക്ക് കുളത്തിൽ കുളിക്കാൻ പോകുന്നത് പോലും. കാരണം നമ്മൾ ജിന്ന് മുക്കിക്കൊല്ലും പോലും. ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നിങ്ങൾ കുളിക്കാനൊക്കെ പോകത്തില്ല, ഒറ്റക്ക് നീന്താൻ പോകരുത്. നീന്തുന്ന സമയത്ത് അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവണം. നമ്മൾ ഒറ്റക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന, ഒറ്റക്ക് ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, ഒറ്റക്ക് എന്തെങ്കിലും ഉയരത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത്, ഒറ്റക്ക് കുളിക്കാൻ പോകുന്ന സമയത്ത്, ഒറ്റക്ക് കിണർ നോക്കുന്ന സമയത്തേക്ക്, ഇങ്ങനത്തെ സമയത്തൊക്കെ ഈ ജിന്ന് ആക്രമിക്കും. അതായത് നമ്മൾ ഉന്തിയിടും, ചിലപ്പോൾ നമ്മളെ ബിപിക്ക് നമുക്ക് ചിലപ്പോൾ തുള്ളണം ചാവണം എന്നൊക്കെ തോന്നലൊക്കെ തോന്നിപ്പിക്കുന്നല്ലാണ് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാണ്ടിരിക്കുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇടയിലൊക്കെ ഇങ്ങനെ കൂട്ടത്തിലിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ നല്ലതിനാ പറയും. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പലതും സംഭവിക്കും. ചെറിയ ഷിവറിങ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്, ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു. അടുത്തേതെങ്കിലും ജിന്ന് നിങ്ങളൊപ്പം തന്നെ എൻ്റെ വീഡിയോ കാണുന്നത് ഇപ്പം പറയുന്നതല്ല ശരിയാന്ന് പറയും. ഓക്കെ, ജിന്ന് കാർട്ടൂൺ ക്യാമറ, അതായത് ജിന്ന് കണ്ണ്, അതായത് അത് ഫർദായിട്ടിട്ട് എന്തോ വടിയാണ്, എന്താണ് ഐ യൂസ് ദിസ് എന്തൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പറയുന്നുണ്ട്, വാന്നൊക്കെ പറയുന്നുണ്ട്. ആ ഉള്ളിലേക്ക് കയറിപ്പോവാണ്. ഇതെന്തോ സ്ഥലം, ഇത് പിരമിഡാണ്. My husband is from Jinnu. My son refused to go. I married to Jinnu. Guys, ആണ്ട് ഇത് വടിയാ ഗൈസ്, കയ്യൊക്കെ ഉണ്ട്, നോക്കൊക്കെ ഫർദ ഇട്ടിട്ടുള്ള ഏതോ ഒരു ജിന്ന്. പെണ്ണുങ്ങളാണിത്, പെണ്ണുങ്ങൾ ജിന്നാണിത്. എന്റെ ഗോട്ടെ കിഡ്സ് ഫ്രം ജിന്ന്. അതായത് പെണ്ണുങ്ങൾ അറിയുന്നത് ഞാൻ മംഗലം കഴിച്ചിട്ടുണ്ട് പോലും, കുട്ടികളുണ്ട് പോലും, ജിന്നിനെ പോലും മംഗലം കഴിച്ചത് ജിന്നിന്റെ കുട്ടികളുണ്ട് എന്നല്ലാണ് പറയുന്നത്. കുടുംബം അടക്കമുള്ള ഫുള്ള് കുടുംബം അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു, അതേ പറഞ്ഞേക്കാം. അല്ല ഇപ്പൊ നിങ്ങളെ പിടിക്കും. കാർട്ടൂൺ ക്യാമറ. ഓക്കെ,
ഇതിനെപ്പറ്റി എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ജിന്ന് മനുഷ്യന്മാരെ ബോഡിയിൽ കയറോ ഇല്ലയോന്ന് അത് എനിക്കറിയാൻ പറ്റും. മനുഷ്യന്മാരെ പോലെ ആക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കേട്ടോ. അതായത് മനുഷ്യന്മാരെ പോലെ രൂപം മാറാൻ പറ്റും എന്നാണ് കേട്ടത്. പക്ഷെ മനുഷ്യന്മാരെ മേത്ത് കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇനി ചിലപ്പോൾ അത് ഒറിജിനൽ ജിന്ന് മനുഷ്യന്മാരെ പോലെ നിൽക്കുവാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ശരിക്കും ജിന്നാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ നിങ്ങളെ പോലെ തന്നെ ഇത് കാണുവാണ്. ഞാൻ ജസ്റ്റ് വരാന്നറിയോ ബോഡിക്കകത്തൊക്കെ കയറി എന്ത് ചെയ്യും? അത് സ്ക്രീം ചെയ്യുന്നുണ്ട്. പേടിയാവുന്നു. പിന്നെ പ്രിട്ടൻഡ് നോക്കടാ എന്തോ മുഖം. ഇത് സോംബിയാണോ? നോക്കടാ മുഖമൊക്കെ നോക്കടാ. ഇതിന്റെ മുഖമൊക്കെ നോക്കി കണ്ണൊക്കെ വെള്ള കളറ്. ഇതിന്റെ അകത്ത് വല്ലതുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ച് സമയം ഇങ്ങനത്തെ വീട് കാണുമ്പോ ചെറിയൊരു ഷിവറിങ് ഇല്ല ഗൈസ്. മനുഷ്യന്മാരെ മേത്ത് കയറാനുള്ള കഴിവൊന്നും ഇതിനില്ല. ഇത് നമ്മളെ ചുറ്റുപാടുണ്ട്, അത് സത്യമാണ്. അത് ഞാൻ ഇപ്പോഴേ പറയാം. നമ്മളെ ചുറ്റുപാട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ആൾക്കാർ ജനിക്കുമ്പോഴും ഓരോ ആൾക്കാരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജിന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജിന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ പോലെ ഇങ്ങനെ പോകുന്ന കുറേ ജിന്ന് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ മനുഷ്യന്മാരെ ബോഡിയിലൊക്കെ കയറാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിച്ചു. ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. ഇതെല്ലാം അന്വേഷിച്ച് എന്തിനാ? ഇതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാള് കാണുവാണെങ്കിൽ കണ്ടോട്ടെ, നടന്നോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊന്നും അന്വേഷിക്കാൻ നിന്ന് നിങ്ങൾ ഉറക്കം പോവും. എന്തോ ഗുഹയാണോ എന്തോ ആണ്. നല്ല കല്ലൊക്കെ എടുത്ത് മാറ്റുവാണ്. ഇതോ പ്രീതാണോ? ഇത് ഉണ്ടാക്കുവാണ്. ഉണ്ടാക്കിയതാണോ? ഫേസ് ഉണ്ടോ ഒരുമാതിരി. നമുക്ക് റിയലാന്ന് തോന്നിപ്പോന്ന ടൈപ്പ് ഓഫില് കണ്ടോ അതിന്റെ ഫേസ്. കണ്ണൊക്കെ ഉണ്ട്, 2 കണ്ണ്. പക്ഷെ മുഖം ഒരുമാതിരി കരിഞ്ഞ പോലത്തെ ടൈപ്പ് ഓഫ് ഇല്ലേ? അറിയത്തില്ല. ഞാൻ പേടിക്കത്തില്ല, എനിക്ക് പേടിയില്ല. ജിന്നാണ് പറയുന്നത്. ഏതൊരു വീട്ടിന്റെ എന്തോ ഒരു കെട്ടിടാണോ ഗുഹ ആണോ എന്തോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഈ ജിന്ന് എവിടെയൊക്കെ ഉണ്ടാകുന്നതെന്നുള്ള കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളയില്ലേ, അവിടെയാ ഒരു ജിന്ന് ജനിക്കുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറെ വെള്ളം കുറെ കാലമായിട്ട് അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്, അവിടെ ജിന്ന് ജനിക്കുമ്പോഴും. അതുപോലെ തന്നെ ബാത്റൂമിൽ കുറെ സമയം ഇരിക്കാൻ പാടില്ല പോലും, അവിടെ കുറെ ജിന്ന് ഉണ്ടാകുമ്പോഴും. പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും നമ്മൾ തിരുമ്പിട്ട് അലക്ക് കല്ലില്ലേ, അലക്കിയിട്ട് വെള്ളമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എപ്പോഴും നിൽക്കത്തില്ലേ, അവിടെയൊക്കെ ജിന്ന് വരുമ്പോൾ അവിടേക്ക് അല്ലാണ് ജിന്ന് ജനിക്കുന്നത്. അപ്പോൾ ഞാൻ പറയില്ല, ഈ നല്ല ജിന്നും ഉണ്ട്, ഈ വടക്ക് ജിന്നും ഉണ്ട്. അപ്പോൾ ഈ നല്ല ജിന്നിന് നമ്മൾ ബാത്റൂമിലൊക്കെ കുറേ സമയം ഇരിക്കുവാണെങ്കിൽ നമുക്ക് പലതും സംഭവിക്കും. അത് എന്തെല്ലാന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. പല രീതിയിലും പലതും സംഭവിക്കുമ്പോൾ. പിന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും പണ്ട് പറയുന്നൊക്കെ മൂത്രയിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ജിന്ന് ജനിക്കുന്നത്. അപ്പം നമ്മൾ മൂത്രയിച്ച് കഴിഞ്ഞാൽ ജിന്ന് നമ്മളെ ശമിക്കുമ്പോൾ അപ്പം നമുക്ക് പലതും സംഭവിക്കും. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കണ്ടൊക്കെ നിന്നു. അതേ പറഞ്ഞേക്കാം, വെറുതെ കുണ്ടിക്ക് കടി കൊണ്ടിട്ട് ഓടാൻ നിൽക്കണ്ട. ഓക്കെ, എന്തോ ഒരു തുണി ലൈക്ക് ഒരുമാതിരി രൂപം മാറുന്നുണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടോ അറിയത്തില്ല. ലൈക്ക് ഇതിന് രൂപയില്ല, പക്ഷെ ഇതിന്റെ മണ്ട കൊണ്ട് തുണിയിട്ട് കഴിഞ്ഞാൽ ആ രൂപത്തിൽ അതിന്റെ രൂപത്തിന് കണക്കായിട്ട് വരും. മേ ബി ഇത് ചിലപ്പോൾ ഒരു ഒറിജിനൽ ആയിരിക്കാം. ഐ ഡോണ്ട് നോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അധികം ഇമാതിരി വീഡിയോസ് റിയാക്ട് ചെയ്യാറില്ല സാധാരണ. നിങ്ങൾക്ക് പേടിയാവും, എനിക്കും പേടിയാവും, കാണുന്ന എല്ലാവർക്കും പേടിയാവും. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ പേടിയൊക്കെ വരും. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വരുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ കൊന്നിട്ട് പോകും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് കൂടുതലൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, എന്നെ പോലെ ധൈര്യമായിട്ടിരിക്കും. അപ്പൊ ഈ വീഡിയോ ഗൈസ് ഇത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഗൈസ് ലൈക്ക് അടി ഗൈസ്. ഒരു 10K ലൈക്ക് ഇല്ലാണ്ട് ഞാൻ ഈ ഗോസ്റ്റ് വീഡിയോ ഇതിൻ്റെ ഇടത്തില്ല, സത്യമായിട്ട് ഇടൂല, ഉറപ്പാ. ഇതെന്റെ സമരമാണ്, സമരം. ഒരു ലൈക്കില്ല, ഒറ്റ ലൈക്കല്ലടാ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തല്ലേ വേണ്ട, അവിടെ ഒന്ന് കുത്തിയാ പോരെ. വേറെ പണിയൊന്നും ഇല്ലല്ലോ.
ഒരു ലൈക്കല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയുള്ള ഗൈസ്. പിന്നെ അടുത്ത കണ്ടന്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഗൈസ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യണമെങ്കിൽ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അടുത്തേതാ വീഡിയോ വേണ്ടെന്നൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഓക്കെ ബൈ. കക്കൂസി പോകുമ്പോ നോക്കണേ, അതേ പറഞ്ഞേക്കെ കുണ്ടിക്ക് കടിക്കൂ.